അവൾ എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് വിശേഷം ഉണ്ടോ എന്ന് സംശയം, സ്പോട്ടിങ് കണ്ടു എന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് മാർച്ച് 24 25 അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ അനിയനും ഇവളും ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ചേച്ചി കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, ജോസഫ് അച്ഛൻ കണ്ടിട്ടു, ഏപ്രിൽ 9 ആയിരുന്നു ഡേറ്റ്. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നോർമലിന് സാധ്യതയില്ല, കാരണം കൊച്ച് 4.5 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു നീ ഡോക്ടേഴ്സ് പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് നമുക്ക് വൈദ്യനെ തരുന്നത്. ഡോക്ടർ പറഞ്ഞു 23-ാം തീയതി ഒരു പ്രൊസീജിയർ ചെയ്തു നോക്കും, 24-ാം തീയതി മരുന്ന് വെച്ച് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കും, അത് കഴിഞ്ഞ് 25-ാം തീയതി കൊച്ചിൻ്റെ വെയിറ്റ് അനുസരിച്ച് സിസേറിയന് സാധ്യത ആയതുകൊണ്ട് 25-ാം തീയതി സിസേറിയൻ. അപ്പോൾ ഇവൾക്കുടെ വിശ്വാസം പിന്നെയും പോയി, കാരണം സിസേറിയനാണ് 25-ാം തീയതി പറഞ്ഞത്. പരിശുദ്ധ അമ്മയോട് പറയേണ്ടത് എൻ്റെ വിശ്വാസം മാത്രമല്ല, എൻ്റെ ഉടമ്പടി മാത്രമല്ല പരിശുദ്ധ അമ്മ അംഗീകരിക്കണേ. അപ്പോഴേക്കും ഇവർ ഓൺലൈനിൽ ഉടമ്പടിയും എടുത്തു. അപ്പോൾ ഞാൻ പറയും അവരുടെ ഉടമ്പടിയും അമ്മ സ്ഥിരീകരിക്കണേ എന്ന് പറയും. അങ്ങനെ 25-ാം തീയതി അവർക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു.